Hello all. നമ്മൾ ഇത്രയും ക്ലാസ്സസ് ആയിട്ട് എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മെഷറബിൾ സെറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, റൈറ്റ്? ആൻഡ് മെഷറബിൾ ഫങ്ഷൻസ്. മെഷറബിൾ സെറ്റ്സിന് കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ സെറ്റ്സ്, ഓപ്പൺ ഇന്റർവെൽസ്, ക്ലോസ്ഡ് ഇന്റർവെൽസ്, ഓൾ ദ ഇന്റർവെൽസ്, ക്ലോസ് സെറ്റ്, എഫ് സിഗ്മ ആയാലും ജി ഡെൽറ്റ ആയാലും ഇതെല്ലാം നമ്മൾ പഠിച്ചത് മെഷറബിൾ സെറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഇതുവരെ നോൺ മെഷറബിൾ സെറ്റിന്റെ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, റൈറ്റ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു നോൺ മെഷറബിൾ സെറ്റ് കുറിച്ച് പഠിക്കുകയാണ്. ഒരു നോൺ മെഷറബിൾ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നും ആ മെഷറബിൾ സെറ്റ് എന്താണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ വി ഹാവ് ടു ഗോ ത്രൂ എ തിയറം. ഈ തിയറം നമ്മൾ നമ്മളുടെ മെയിൻ പോർഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിയറം ആവശ്യമാണ്. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഈസ് ലൈക്ക് ദിസ്: ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ്. ഈ എങ്ങനത്തെ സെറ്റ് ആണ്? മെഷറബിൾ സെറ്റ് ആണ്. Then for each y, the set e plus y, set of all x plus y such that x belongs to e is measurable and the measure are the same. അപ്പൊ നമുക്ക് എന്താ കാണിക്കേണ്ടത്? വാട്ട് യു ഹാവ് ടു ഷോ, ഈ സെറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താലും അത് മെഷറബിൾ ആയിരിക്കുമെന്നും, അത് മാത്രമല്ല മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മെഷർ ഓഫ് ഇ പ്ലസ് വൈയും സെയിം ആണെന്നാണ് നമുക്ക് ഇനി ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ ദാറ്റ് ഈ ഒരു മെഷറബിൾ സെറ്റ് ആണ് തന്നിട്ടുണ്ട്. ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ്. Then by the theorem 10 we have studied that for epsilon greater than 0 there exists an open set O such that എന്താണ് O is a superset of E and എന്താണ് m of O minus E is less than or equal to epsilon. ഇവിടെ ഞാൻ m എഴുതുന്നത് മെഷറബിൾ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ്, റൈറ്റ്? O എന്നുള്ളൊരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ O പ്ലസ് വൈ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ ഓപ്പൺ സെറ്റ് ആൻഡ് O പ്ലസ് വൈ വിൽ ബി എ സൂപ്പർ സെറ്റ് ഓഫ് വാട്ട് ഈസ് ഇറ്റ്? E പ്ലസ് വൈ. ഒരു ലെങ്ത് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ, റൈറ്റ്? Then by set theory, what is O plus y minus E plus y? This will be simply same as O minus E. O ൽ നിന്ന് E എടുത്ത് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. O minus E plus y. Okay, we can take measure on both sides. Taking measure on both sides, what will you get? O measure of O plus y minus E plus y will be equal to, what is it? Measure of O minus E plus y, right? We have studied that measure is translation invariant, right? Therefore, this will be is equal to m of O minus E, right? What is m of O minus V will be less than or equal to epsilon. Is it right? Therefore, by theorem 10 നോക്കിക്കേ, O plus yയും E minus y ഉള്ള മെഷർ എടുത്തപ്പം അതിന്റെ ഡിഫറൻസ് വളരെ ചെറുതാണെന്ന് കിട്ടി. അതിന്റെ നമുക്ക് തിയറം 10 അനുസരിച്ച് ആര് മെഷറബിൾ ആയിരിക്കും? E plus y is measurable. And from there we have got translation invariant ആണല്ലോ. m of E plus y will be equal to, what is it? m of E. I hope you understand. അപ്പോൾ നമ്മൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. ഈ മെഷറബിൾ ആണെങ്കിൽ അത് ആ സെറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന സെറ്റും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അത് മാത്രമല്ല രണ്ട് സെറ്റിന്റെ മെഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. I hope you understand. The statement is like this: there exists a non-measurable set. ആക്ച്വലി നമ്മളൊരു നോൺ മെഷറബിൾ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ആ നോൺ മെഷറബിൾ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്സ് കുറച്ച് ആവശ്യമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ ആക്സിയം ഓഫ് ചോയ്സ്. സെറ്റ് തിയറിയിലുള്ള ആക്സിയം ഓഫ് ചോയ്സ് ആണ്. ദ ആക്സിയം ഓഫ് ചോയ്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് സെറ്റ് E alpha, when alpha belongs to A, is a non-empty collection of non-empty disjoint subsets of A. E alpha എന്താണ്? What is E alpha? E alpha is a collection of non-empty disjoint subsets of A. That means EI intersection EJ is equal to 5 if I is not is equal to J. That means E alpha collection E1, E2, etc. ആണെങ്കിൽ E1, E2, etc. ഇതാണെങ്കിൽ there exists a set V. ഒരു സെറ്റ് V ഉണ്ടായിരിക്കും, which is a subset of X. ആ സെറ്റിന്റെ എലമെന്റ്സ് എങ്ങനെയാണ്? E1 ഒരു എലമെന്റ് എടുക്കും, E2 എലമെന്റ് എടുക്കാം, എക്സെട്ര. ഓരോ സെറ്റിൽ നിന്നും ഈ ജസ്റ്റ് വൺ എലമെന്റ് എടുത്ത കമ്പൈൻ ചെയ്തൊരു സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ആക്സിയം ഓഫ് ചോയ്സ്. അതാണ്
there exists a set V subset of X containing just one element from each set E alpha. Okay. അപ്പോൾ നമുക്ക് ഈ ആക്സിയം ഓഫ് ചോയ്സ് അനുസരിച്ച് നമ്മൾ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് കൺസ്ട്രക്ട് എ സെറ്റ് വി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഈ നോൺ മെഷറബിൾ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിയം ഓഫ് ചോയ്സ് അനുസരിച്ച് ഒരു വി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ വി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഡിസ്ജോയിന്റ് സബ്സെറ്റ്സ് വേണം. ഫോർ ദാറ്റ് നമുക്കറിയാം ഒരു ഇക്വലൻസ് റിലേഷൻ എപ്പോഴും എന്താണ്, ഒരു സെറ്റിനെ എന്ത് ചെയ്യും, ഡിസ്ജോയിന്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ നമ്മൾ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വി കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്, വി ആർ കൺസിഡറിങ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. വി ആർ ഗോയിങ് ടു ഡിഫൈൻ ആൻ ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ ഇൻ 0, 1. ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വലൻസ് റിലേഷൻ നമ്മുടെ 0, 1നെ ഇക്വലൻസ് ക്ലാസസ് ആയിട്ട്, ഡിസ്ജോയിന്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം. സോ for that നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. we are going to define a relation x, y belongs to എവിടെയാണ്? closed interval 0, 1. okay, then x is related to y if y minus x belongs to q intersection minus 1, 1. q1 കൊടുക്കാം. what is q? q is a rational. അപ്പൊ എന്താണ് Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽസ് ഇൻ ദ ഇന്റർവൽ -1, 1 ആണ്, ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ റിലേഷൻ എന്താണെന്ന് കാണിക്കാൻ പോവാണ്, ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാൻ പോവാണ്. സോ ഫോർ ഫസ്റ്റ് കേസ്, what is x minus x? x minus x is equal to 0. അത് എവിടെ കിടപ്പുണ്ട്? ഇറ്റ് ഈസ് എ റാഷണൽ ഇൻ എവിടെയാണ്? -1, 1. that is Q1, right? so അവിടുന്ന് ഫസ്റ്റ് കേസ് കിട്ടി, what is it? x is related to x. ഇനി സെക്കൻഡ് കേസ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? x is related to y ആണെങ്കിൽ we have to show that y is related to x. x is related to y by the definition എന്തായിരിക്കും? y minus x എവിടെ കിടപ്പുണ്ട്? Q1 കിടപ്പുണ്ട്. Q1 എന്ന് പറഞ്ഞാൽ -1, 1ലെ റാഷണൽസ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എവിടെ തന്നെ കിടക്കുമായിരിക്കും? Q1 കിടക്കും. which implies what is it? x minus y belongs to Q1. x minus y belongs to Q1 means what is it? y is related to x. For second condition എന്തായി പ്രൂവ് ചെയ്തു? നമ്മൾ സിമെട്രി പ്രൂവ് ചെയ്തു. ഇനി ട്രാൻസിറ്റിവിറ്റിയും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ x is related to y, y is related to z. നമുക്ക് കാണിക്കേണ്ടത് x is related to z എന്നാണ് കാണിക്കേണ്ടത്. For that x is related to y means what is it? y minus x എവിടെ കിടപ്പുണ്ട്? Q1, right? y is related to z means z minus y belongs to Q1. So what you have to show? x is related to z എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? z minus x കണ്ടുപിടിക്കണം. z minus x is equal to what? ഒരു y ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യാൻ ചെയ്താൽ മതിയല്ലോ. what is it? z minus y plus what is it? y minus x. see ഈ രണ്ട് ഇതും ഇത് also belongs to Q1 and this also belongs to Q1. അതെന്തായിരിക്കും? that means addition also belongs to where? Q1, right? അപ്പൊ z minus x Q1 ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് what is it? x is related to what? z. അപ്പോൾ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത കാരണം we have shown that x is related to y is an equivalence relation. അപ്പോ നമുക്ക് ഇക്വലൻസ് റിലേഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇക്വലൻസ് റിലേഷൻ നമ്മുടെ സെറ്റിനെ ഡിസ്ജോയിന്റ് ക്ലാസസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ഇറ്റ്? ക്ലോസ്ഡ് 0, 1നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റൈറ്റ് യൂണിയൻ ഇ ആൽഫ where E alpha are disjoint, right? അപ്പോൾ നമുക്ക് 0, 1നെ ഡിസ്ജോയിന്റ് ക്ലാസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ ആക്സിയം ഓഫ് ചോയ്സിന്റെ ഒരു പ്രോപ്പർട്ടി ഓക്കെ ഡിസ്ജോയിന്റ് ക്ലാസസ് ആയിട്ട് കിട്ടി. പിന്നെ നമ്മളിവിടെ ഇക്വലൻസ് റിലേഷന്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? എക്സ് വൈ belongs to same equivalence class ആണെങ്കിൽ x will be related to y, or we can say that y minus x belongs to Q1. ഇത് എപ്പോഴും ആലോചിച്ച് വെക്കുക. ഒരേ ഇക്വലൻസ് ക്ലാസ്സിലാണെങ്കിൽ ഇക്വലൻസ് ക്ലാസ്സിൽ രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ x will be related to y or y minus x will belongs to Q1. അപ്പൊ ആക്സിയം ഓഫ് ചോയ്സിന്റെ ഫസ്റ്റ് കേസാണ്.
റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഇത് നോക്കുകയാണ്. what we have seen is that Q1 എന്താണ്? സെറ്റ് ഓഫ് റാഷണൽസ് ഇൻ -1 1. ഇറ്റ് ഈസ് കൗണ്ടബിൾ, റൈറ്റ് ആണല്ലോ. അപ്പൊ ഈ ആൽഫ എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ബട്ട് വി നോ ദാറ്റ് 0 1 ഈസ് അൺകൗണ്ടബിൾ. അപ്പൊ 0 1 എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിയൻ ആണ്? ഈ ആൽഫയുടെ യൂണിയൻ ആണ്, റൈറ്റ്. 0 1 is the union of ഈ ആൽഫ, റൈറ്റ്. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനും കൂടി ചേർത്ത് എന്ത് പറയാം? We can say that there are uncountably many sets E alpha, right? Where E alpha is countable. ഇനി നമ്മൾ we are going to construct what? Construct V. Okay. അപ്പൊ V എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? Axiom of choice അനുസരിച്ച് what is it? V is a subset of what is it? X ആയിരിക്കും, right? This is equal to union E alpha. Then എന്താണ്? V എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം? We have to construct taking one and only one element from each equivalence class. ആണല്ലോ. That is one element X alpha from E alpha. അപ്പൊ ഈക്ക് അകത്ത് E1ന്റെ അകത്തുനിന്ന് ഒരു എലമെന്റ്, E2ന്റെ അകത്ത് എലമെന്റ്. അപ്പൊ ഒരൊറ്റ എലമെന്റ് ഒരു ഇക്വലൻസ് ക്ലാസ്സിനനുസരിച്ച് നമ്മൾ ആക്സിയം ഓഫ് ചോയ്സ് അനുസരിച്ച് we have constructed what is it? V. ആക്ച്വലി നമ്മൾ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് V is non measurable എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Okay, we are going to prove that V is non measurable. Let sequence Ri be a set of all rationals in Q1. അല്ലെങ്കിൽ sequence Ri എന്ന് പറഞ്ഞാൽ enumeration of Q1 ആണ്. Q1 elements ആണ്. That means Q1 is equal to R1, R2, etc. Ri. അപ്പോൾ നമ്മൾ sequence Rn with enumeration of Q1. Then for each n, define Vn is equal to V plus Rn. നമ്മൾ V എന്താണ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. Vയിൽ നിന്ന് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ എന്തെടുത്തു? Vn. Okay, now we are going to prove that Vn intersection Vm is equal to 5 എന്ന് പറഞ്ഞാൽ for m is not is equal to n. We are going to show that they are disjoint. അപ്പോ disjoint അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? I intersectionൽ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. So let y belongs to Vn intersection Vn. Okay, what does that mean? Y belongs to Vn, y belongs to Vn, right? Y എവിടെയുള്ള എലമെന്റ് ആണ്? Vn എലമെന്റ് ആണെങ്കിൽ ഏത് ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്? V plus Rn ഫോർമാറ്റിലായിരിക്കും, റൈറ്റ്? V എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഈ ആൽഫയിൽ നിന്ന് ഒരു സിംഗിൾ എലമെന്റ് എടുത്ത് ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സെറ്റും, റൈറ്റ്? If y belongs to Vn and y belongs to Vn, അങ്ങനെയാണെങ്കിൽ there exists x alpha, x beta belongs to V such that y is equal to what is it? X alpha plus Rn. എവിടെയുള്ളതാണ്? Vn ലുള്ളത്. Which will be is equal to x beta plus what is it? Rm. Is it right? Then what about x beta minus x alpha? X beta minus x alpha means Rm minus Rn, which belongs to what is it? Q1. Rationals in Q1 ആണല്ലോ Rm ഉം Rn ഉം. So അതിന്റെ ഡിഫറൻസും ഇവിടെ ഉണ്ടായിരിക്കും, Q1 ഉണ്ടായിരിക്കും. That means x beta minus x alpha എവിടെ ഉണ്ടെന്ന് കിട്ടി? Q1 എന്ന് കിട്ടി. That means x beta is related to x alpha, right? By the equivalence relation. That means they both lies in same equivalence class. X beta and x alpha belongs to same equivalence class. പക്ഷേ നമ്മൾ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഇക്വലൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു എലമെന്റേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ബീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ് ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഈസ് ഇറ്റ് റൈറ്റ്? എക്സ് ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ആൽഫ. അപ്പൊ നമുക്ക് എന്താ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് ക്യാൻ വി സേ ഫ്രം ഹിയർ?
we can say from here Rn is equal to Rm, or we can say that N is equal to M. From there we will get N is equal to M. നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? If Y belongs to Vn intersection Vm, then N is equal to M. ആണല്ലോ. അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? Y Vn ഇന്റർസെക്ഷൻ Vm ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് N M എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? Vn intersection Vm എന്തിന് ഈക്വൽ ആയിരിക്കും? Null set if M is not is equal to N. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തു? അത് ഡിസ്ജോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു, Vn ഉം Vm. ഓക്കെ, ഓൾസോ ഇനി അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് 0 1 is a subset of union Vn. N is equal to 1 to infinity. Vn ന്റെ സബ്സെറ്റ് ആണ് ആരെന്ന് കാണിക്കാൻ പോവാണ്? 0 1 കാണിക്കാൻ പോവാണ്. ഫോർ ദാറ്റ് സബ്സെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം നമുക്ക് അറിയാലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഒരു എലമെന്റ് എടുക്കുക, ബാക്കി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് കാണിക്കാം. ഫോർ ദാറ്റ് ലെറ്റ് x belongs to എവിടെയുള്ള എടുക്കാം? 0. x 0 1 കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x 0 1 is divided into equivalence classes, right? Which implies x ഏതോ ഒരു equivalence classൽ കിടക്കുന്നു for some alpha, right? X belongs to some e alpha for some alpha. Is it right? We know that V alpha-യിൽ നിന്ന് V എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? We have constructed V in such a way that a single element is taken from one. ഒരു ആൽഫയിൽ നിന്നാണ് നമ്മൾ ഒരു സിംഗിൾ എലമെന്റ് എടുക്കുകയാണ്. അപ്പൊ ഈ ആൽഫയിലുള്ള ആ എലമെന്റ് നമ്മൾ എന്തെടുക്കുകയാണ്? എക്സ് ആൽഫയാണെന്ന് എടുക്കുകയാണ്, റൈറ്റ്? വിയുടെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് ലെറ്റ് എക്സ് ആൽഫ ബിലോങ്സ് ടു വി, റൈറ്റ്? അപ്പോ എന്താ വന്നിരിക്കുന്നത്? എക്സ് ആൽഫ ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് എക്സ് ആൽഫ ബിലോങ്സ് ടു ഇ ആൽഫ. അപ്പൊ എക്സും എക്സ് ആൽഫയും സെയിം ഇക്വലൻസ് ക്ലാസ്സിലായത് കാരണം വാട്ട് ഈസ് ഇറ്റ്? X minus x alpha belongs to Q1. Is it right? It is related. Same equivalence class. X minus x alpha belongs to x alpha Q1 means x minus x alpha is equal to what is it? Rn. Or x is equal to what is it? X alpha plus Rn. Is it right? For some n. Is it right? X alpha plus Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമാറ്റിലാണ്? വി ഹാവ് V എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? V plus Rn അല്ലേ? അപ്പൊ ഇത് ഏത് ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്? ദിസ് ഈസ് ഓഫ് ദ ഫോം V plus Rn. സോ ദിസ് ബിലോങ്സ് ടു എവിടെയുള്ളതാണ്? Vn for some n. X belongs to Vn for some n എന്ന് കിട്ടി. That means X belongs to union n is equal to 1 to infinity Vn. Right? എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത? എക്സ് 0 1 ഉണ്ടെങ്കിൽ എക്സ് എവിടെ നിന്ന് നമുക്ക് കിട്ടി? യൂണിയൻ എന്നിൽ നിന്ന് കിട്ടി, റൈറ്റ്? ദാറ്റ് മീൻസ് എന്ത് കിട്ടി? വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് 0 1 ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ n is equal to 1 to infinity Vn, റൈറ്റ്? നമ്മൾ -1 1 കേസാണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഒബ്വിയസ് കേസ് ഈസ് ദാറ്റ് വിച്ച് വിൽ ബി എ സബ്സെറ്റ് ഓഫ് -1 2. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു വി നോൺ മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഫോർ ദാറ്റ് വി ടേക്ക് എ കോൺട്രഡിക്ഷൻ ദാറ്റ് വി ഈസ് മെഷറബിൾ. വി ഹാവ് ടേക്കൺ ദാറ്റ് Vn is equal to V plus Rn. ആണല്ലോ. നമ്മൾ തിയറം 16 തൊട്ട് മുന്നേ തിയറം അനുസരിച്ച് V is a ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. V മെഷറബിൾ ആണെങ്കിൽ ആരും മെഷറബിൾ ആയിരിക്കും? Vn is also measurable. Is it right? And measure of Vn should be equal to what is it? Measure of V. അതും നമ്മൾ തിയറം 16 പഠിച്ച 3 കാര്യങ്ങളാണ്. Now consider this equation. Taking measure on all sides, 0 1 ന്റെ measure എന്താണ്? 1 ആണ്. That would be equal to sigma n is equal to 1 to infinity measure of Vn less than or equal to what is measure of -1 to 2 minus -1 is 3. 1 less than or equal to sigma measure of Vn arc equivalent measure of peak equivalent, that is measure of less than or equal to 3, right? We can expand this one as 1 less than or equal to measure of V plus measure of V plus etc. up to infinity which is less than or equal to 3. ഇനി നമ്മൾ ഇൻഇക്വാളിറ്റിയിലുള്ള ഈ സം ഒന്ന് കൺസിഡർ ചെയ്യും.
മെഷറബിൾ ആയത് കാരണം വി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ്? അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ മെഷർ ഓഫ് വി 0 ആയിരിക്കും, അല്ലെങ്കിൽ മെഷർ ഓഫ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സി, ഫസ്റ്റ് കേസ് ആണെങ്കിൽ ഈ റിലേഷൻ എന്തായി മാറും? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയി, റൈറ്റ്? രണ്ടാമത്തെ കേസ് ആണെങ്കിൽ ഓക്കെ, എം പി ഇൻഫിനിറ്റ് ടൈംസ് നമ്മൾ ആഡ് ചെയ്തു, അപ്പൊ അതിന്റെ കേസ് എവിടെ വരത്തുള്ളൂ? ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. അപ്പം രണ്ട് കേസിലും നോക്കിക്കേ, is this valid? അല്ലല്ലോ, this is not valid. So എന്തായിരിക്കും? our assumption എന്താണ്? is wrong. What was your assumption? Assumption എന്താണ്? v measurable എന്നാണ് നമ്മുടെ assumption. So that was wrong. അപ്പൊ എന്ത് കിട്ടി? the v that we have constructed is not measurable. ഭാവി എന്തായിട്ട് കിട്ടി? നോട്ട് മെഷറബിൾ ആയിട്ട് കിട്ടി. That means there exists a non-measurable set. I hope you understand. Next we will move to another theorem. The theorem statement ഇതാണ്, not every measurable set is moral set. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താ പ്രൂവ് ചെയ്തിരുന്നത്? പ്രൂഫിലോട്ട് പോയതിനു മുന്നേ we have seen that all measurable set, moral sets എന്താണ്? മെഷറബിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് there exists a measurable set which is not moral set. എല്ലാ മെഷറബിൾ സെറ്റും എന്താവണം എന്നില്ല? മോറൽ ആവണം എന്നില്ല. അപ്പൊ ആക്ച്വലി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് v is not is equal to m എന്നാണ് കാണിക്കാൻ പോകുന്നത്. Is it right? So ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു കാൻഡർ ഫംഗ്ഷൻ, കാൻഡർ സെറ്റിലുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? കാൻഡർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ, അല്ലെങ്കിൽ കാൻഡർ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 റൈറ്റ്? For that, let x belongs to closed interval 0, 1. അപ്പോൾ എക്സിന്റെ ബൈനറി ഓപ്പറേഷനും ടെർണറി ഓപ്പറേഷനുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എക്സ് ഇസ് ഈക്വൽ, അപ്പം കാൻഡർ സെറ്റ് എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 മാപ്പിംഗ് ആണെന്ന് പറയുന്നത് കാൻഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. We are going to define x is equal to sigma n is equal to 1 to infinity epsilon n by 2 raised to n, where binary expansion ആയത് കാരണം epsilon n ന്റെ വാല്യൂ 1, 0 1 1. And define the Cantor function f of x. x ഈ ഫോമാറ്റിലാണ്. Cantor function ഡിഫൈൻ ചെയ്യുന്നത് f of x is equal to sigma n is equal to 1 to infinity 2 epsilon by 3 raised to n. ഇതെന്ന് പറയുന്നത് Cantor function ആണ്. ഇത് നോക്കിയേ, ഈ Cantor function entirely lies in Cantor set P. Cantor സെറ്റിൽ കിടക്കുക. കാൻഡർ സെറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാൻഡർ സെറ്റിന്റെ മെഷർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതൊരു ടെർണറി എക്സ്പാൻഷൻ ആണ്. ടെർണറി എക്സ്പാൻഷൻ ആയത് കാരണം എപ്സിലോൺ n എന്ന് പറയുന്നത് ഏത് വാല്യൂസ് എടുക്കും? 1 2 3 0 1 2. ഓക്കെ, ആൻഡ് ദിസ് ഫംഗ്ഷൻ f is 1 1. 1 1 ആവാൻ കാര്യം എന്താണ്? why f 1 1 means എന്താണ്? f of x is equal to what is it? f of 5 ആണ്. Is it right? That means sigma n is equal to 1 to infinity 2 epsilon n by 3 raised to n is equal to sigma n is equal to 1 to infinity 2 eta n by 3 raised to n. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? epsilon n is equal to what is it? eta n എന്ന് കിട്ടും. Of course, epsilon n is equal to eta n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? sigma n is equal to 1 to infinity epsilon by 2 raised to n is equal to sigma n is equal to 1 to infinity eta n by 2 raised to n. That means x is equal to y, right? But f of x is equal to y implies x is equal to y. So f is what is it? 1 1. f എന്തെന്ന് കിട്ടി? 1 1. So എന്താണ്? 1 1 ആയത് കാരണം ഈ നമ്മുടെ f of x ന്റെ വാല്യൂ എന്തായിരിക്കും? യൂണിക്ലി ഡിറ്റർമിൻഡ് ആണ്, റൈറ്റ്? ആൻഡ് ഓൾസോ എപ്സിലോൺ n മെഷറബിൾ ആണ്. എപ്സിലോൺ n മെഷറബിൾ ആയത് കാരണം ആരും മെഷറബിൾ ആയിരിക്കും? f മെഷറബിൾ ആയിരിക്കും. വൈ? നമ്മൾ f ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ? വി ഹാവ് ഡിഫൈൻഡ് f ലൈക്ക് ദിസ് വൺ അല്ലെ? എപ്സിലോൺ 1 മെഷറബിൾ ആയത് കാരണം നമ്മുടെ ഫംഗ്ഷൻ f ഉം എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും, റൈറ്റ്? അപ്പൊ വി ഹാവ് ഗോട്ട് f മെഷറബിൾ ആണെന്ന് കിട്ടി, റൈറ്റ്? ഇനിയിപ്പോ നമ്മള് what you are going to prove? m is not a subset of b, not equal to എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് നമ്മൾ കോൺട്രഡിക്ഷൻ എടുക്കാൻ പോകുന്നത് b is equal to m എന്ന് എടുക്കും.
ഇത് എന്നിട്ട് നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് എടുക്കും. ഓക്കെ, where B എന്താണ് borrow set ആണ്. Is it right? We have taken that B is equal to M. This is our assumption. Okay. അപ്പോൾ F എന്താണ്? F is a Cantor set. Cantor function. F is a Cantor function which is measurable. Right? Let B be the non-measurable set in 0, 1. നമ്മളെ തൊട്ട മുന്നേ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത നോൺ മെഷറബിൾ സെറ്റ് എവിടെയുള്ള 0, 1ലുള്ള നോൺ മെഷറബിൾ സെറ്റ് ആണ് ബി. ഓക്കെ, ലെറ്റ് ബി is equal to f of b. Be the Cantor set. ബി എന്താണ്? ബി എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്? എഫ് ഓഫ് ഇ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ ഇത് എവിടെ കിടപ്പുണ്ട്? നമ്മുടെ Cantor സെറ്റിൽ കിടപ്പുണ്ട്. Cantor ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Cantor function entirely lies in the Cantor set, right? So, ഈ ഫംഗ്ഷൻ Cantor സെറ്റിൽ കിടക്കുകയാണ്. Cantor സെറ്റിന്റെ മെഷർ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു 0 ആണ്. അപ്പൊ ബിയുടെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. മെഷർ ഓഫ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. Is it right? മെഷർ ഓഫ് ബി 0 ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ബി എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. Okay. Now we are going to apply an example. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. B ഒരു മെഷറബിൾ സെറ്റ് ആണ്. മെഷറബിൾ സെറ്റ് ആണ്. Then F ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ F ഇൻവേഴ്സ് B യും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. Right? We have defined that we have got B measurable, F measurable. Here example അനുസരിച്ച് F inverse B യും എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. Right? But here, what is F inverse B? B is equal to F of B. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് what is F inverse B? F inverse B is V. Right? Which is equal to V. നമ്മുടെ അസംഷൻ അനുസരിച്ച് ഇത് എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. But what is V? V is a non-measurable set. അപ്പൊ എന്താണ്? കോൺട്രഡിക്ഷൻ ആയി ആണല്ലോ. അപ്പൊ കോൺട്രഡിക്ഷൻ നമ്മൾ എന്താ നമ്മൾ എടുത്തത്? What we have taken B is equal to M, which is a contradiction. So B M equal to M അല്ല, but we have already proved that B is a subset of M. അപ്പൊ there exists a measurable set which is not a borrowed set. I hope you understand. Thank you for listening.